ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം നടത്തുന്ന നികുതി യുദ്ധം അത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ ബന്ധമാണ് എന്ന് നരേന്ദ്രമോദി തന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ ബന്ധമാണ് ഉണ്ട് എന്ന് രണ്ടു കൂട്ടരും പറയുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതി ചുമത്താൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ ചൈനയും റഷ്യയും ഇന്ത്യയും കൂടുതൽ അടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. ചൈന ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന കടന്നു കയറി ഇന്ത്യയുടെ ഭാഗമായ പല പ്രദേശങ്ങളും കൈയടക്കി വച്ചിരിക്കുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ചൈനയുമായി അടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുപ്പം വരാൻ പോകുന്നു എന്ന തോന്നലുണ്ടാകുന്നത്. അപ്പുറത്ത് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നും അത് നിലനിൽക്കുന്നുണ്ട് എന്നും ഈ അടുത്ത കാലത്ത് ഇന്ത്യ എടുത്ത ചില തീരുമാനങ്ങളിലാണ് തനിക്ക് വിയോജിപ്പുള്ളത് എന്നൊക്കെ പറയുന്നത് കേട്ടു. നരേന്ദ്രമോദിയുമായി സംസാരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. മോദി തന്നെയും അമേരിക്കയിലേക്ക് പോയി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡും എന്നാൽ കൗതുകരവുമായിട്ടുള്ള പല നീക്കങ്ങൾ ഈ അന്താരാഷ്ട്ര തലങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഈ ട്രേഡ് റിലേറ്റഡായി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് ഒരു ആഗോള ബന്ധങ്ങളിൽ ഒരു റീഅലൈൻമെൻറ്റിന് കാരണമാകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും റീഅലൈൻമെൻറ്റിന് കാരണമാകുമെന്നല്ല, ഓൾറെഡി റീഅലൈൻഡ്. അത് പുതിയ ശാക്തിക ചേരിയായി ബ്രിക്സായും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനും മാറുമോ എന്നത് മാത്രമേ ഇനി നമുക്ക് അറിയാനുള്ളൂ. ഏതായാലും നമ്മളിപ്പോൾ മൂന്നാലോക രാജ്യങ്ങൾ എന്ന പ്രയോഗം ഒന്നും നടത്തുന്നില്ല. ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും. അപ്പോൾ ഗ്ലോബൽ സൗത്ത് ഒരു ശക്തമായ ഗ്രൂപ്പിംഗ് ആയി മാറിയിരിക്കുന്നു. അതിനെ മുന്നോട്ട് നയിക്കുന്നത് ബ്രിക്സ രാജ്യങ്ങളാണ്. അതോടൊപ്പം ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതിൽ ഇപ്പോൾ 10 സ്ഥിരാംഗങ്ങളും 2 നിരീക്ഷക പദവിയുള്ള രാജ്യങ്ങളും പിന്നെ പ്രതിനിധികളായിട്ട് 22-25 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു റീജിയണൽ കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ആയിട്ടാണ് ഷാങ്ഹായ് 5 എന്ന നിലയിൽ അത് ആരംഭിച്ചതാണ്. പക്ഷേ വൻശക്തി രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും റഷ്യയും ഈ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തതോടുകൂടി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ റീച്ച് വർദ്ധിച്ചു. അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം വലുതായി മാറി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പഴയ പോളിസിയുടെ തനിയാവർത്തനം തന്നെയാണ്. ആദ്യ ടേമിൽ വന്നപ്പോൾ എടുത്ത പോളിസി മാഖ തന്നെയാണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അപ്പോൾ അത് അമേരിക്കയെ വീണ്ടും ഒരു സൂപ്പർ പവർ ആക്കണം. കാരണം 2008 ആരംഭിച്ച ദീർഘമാന്ദ്യം ഇപ്പോഴും തുടരുകയാണ്. അവർ 29 ട്രില്യൺ ഇക്കണോമിയൊക്കെയാണ് ഇപ്പോഴും. പക്ഷേ 2009 ദീർഘമാന്ദ്യത്തിൽ നിന്ന് പൂർണ്ണമായി കരകയറി ഒരു വൈബ്രൻ്റ് ഇക്കണോമിയായിട്ട് അവർ മാറിയിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാവുന്നത് 1991 മുതൽ 2008 വരെയുള്ള കാലമാണ്. ആ കാലത്ത് അമേരിക്കയുടെ ഹെജിമണി സമ്പൂർണ്ണമായിരുന്നു. അത് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും തന്ത്രപരമായ കാര്യങ്ങളിലും എല്ലാം. കാരണം ഒരേ ഒരു സൂപ്പർ പവറേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും അമേരിക്ക സൂപ്പർ പവറായ കാലമാണ്. എന്നാൽ 2008 ലേമൻ ബ്രദേഴ്സിൻ്റെ തകർച്ചയോടുകൂടി ആരംഭിച്ച മാലപ്പടക്കം പൊട്ടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തി. 2014 വരെ അവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അത് ഗ്ലോബൽ റിസഷനിലേക്ക് പോയി. അതിനകത്തു നിന്ന് കരകയറിയ അപൂർവം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ഒക്കെ കരുത്തിൽ നമ്മൾ പിടിച്ചു നിന്നു. വലിയ പരിക്കേൽക്കാതെ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അമേരിക്കൻ ഇക്കണോമി ഇപ്പോഴും ആ റിസഷനിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ തരത്തിലുള്ള താരിഫ്, മറ്റ് രാജ്യങ്ങൾക്ക് നൽകി വരുന്ന സഹായങ്ങൾ, യുണൈറ്റഡ് നേഷൻസിന് കൊടുക്കുന്ന സംഭാവനകൾ,
എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം കുറവ് വരുത്തി അമേരിക്കയുടെ ദേശീയ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന നയത്തിലേക്ക് ട്രംപ് വരുന്നത്. അത് 2025 ജനുവരി 20 ഓവൽ ഓഫീസിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഫ്രീഡം താരിഫ് പ്രഖ്യാപിച്ചു. അത് വലിയ പ്രഖ്യാപനമായിരുന്നു. 57% താരിഫൊക്കെയാണ് വിയറ്റ്നാമിനെതിരെയൊക്കെ അന്ന് ചുമത്തിയത്. ചൈനയ്ക്കെതിരെ 46% പ്രഖ്യാപിച്ചു. ഇന്ത്യക്കെതിരെ അന്ന് 17-18% പ്രഖ്യാപിച്ചത്. പക്ഷെ പിന്നീട് അതിൽ അദ്ദേഹം ഉറച്ചു നിന്നില്ല, അതെല്ലാം കുറച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ 19% നികുതി ചുമത്തിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയും ആയിട്ട് നെഗോഷിയേഷൻ ആ സമയത്ത് നടന്നു വരികയാണ്. അപ്പോൾ ആഗസ്റ്റോടു കൂടി ഒരു ഇൻ്ററിം എഗ്രിമെൻറ്റിൽ എത്താമെന്നും 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഒരു സമ്പൂർണ്ണ വ്യാപാര കരാർ, ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് അമേരിക്കയുമായിട്ട് ഒപ്പിടാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള അമേരിക്കയുടെ ന്യായമായ ആവശ്യങ്ങളും ഇന്ത്യയുടെ താല്പര്യങ്ങളും ഒക്കെ ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. എന്നാൽ ആഗസ്റ്റിൽ അങ്ങനെ ഒരു ഇൻ്ററിം എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഉടനടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് 25% വന്നു. അതേ തുടർന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുദ്ധത്തെ സഹായിക്കുകയാണ്, ഇത് മോദിയുടെ യുദ്ധമാണെന്നൊക്കെ നവാരോ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ പേരിൽ ശിക്ഷാ ചുങ്കം എന്ന നിലയ്ക്ക് 25%, അപ്പോൾ 50%. അപ്പം നമ്മുടെ ചില ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കൊക്കെ 13% നികുതി. അപ്പോൾ അതിൻ്റെ നികുതി 63%, 50 + 13. അപ്പം 1% നികുതിയുള്ള ഐറ്റംസ് ഉണ്ട്, അതിൻ്റെത് 51%. അപ്പം അങ്ങനെ ഏറ്റവും അധികം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് നേരെ പോലും ചുമത്താത്ത ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള നികുതി ഇന്ത്യയുടെ മേലെ ട്രംപ് ചുമത്തി എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സംഘർഷാത്മകമായ ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രൂപപ്പെട്ടു വന്നു.